Myth number 10. Somebody else will be there to hold you when things get hard. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി, അന്നേരമായിരിക്കും നമ്മൾ ചിന്തിക്കുക മറ്റാളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അയാളോട് ചോദിക്കാവുന്നത്. ഇതുപോലെ പലരും മറ്റുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഇതുപോലെ മറ്റുള്ളവരിൽ ഒരു ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുന്ന സമയത്ത് പല സിറ്റുവേഷനിലും അത് പ്രശ്നത്തിൽ മാത്രമേ ചെന്ന് അവസാനിക്കാറുള്ളൂ. പലപ്പോഴും നമ്മൾ പൈസ ചോദിക്കുന്ന സമയത്ത് അവർ മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ഒഴിയാനായിരിക്കും ആദ്യം ശ്രമിക്കുക. അതല്ല, ഇനി അവർ പൈസ തരികയാണെങ്കിൽ തന്നെ അത് അവരെ തന്നെ ഒരുപാട് പ്രഷറിലാഴ്ത്തുകയും ചെയ്യും. കാരണം അവർക്കും അവരുടെ ഫാമിലിയുണ്ട്, അവരുടേതായ ആവശ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മേലൊരു ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ്. മിത്ത് നമ്പർ 9. യു നീഡ് മണി ടു മേക്ക് മണി. നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്. അതായത് കൂടുതൽ ക്യാപിറ്റൽ വേണം നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു കാര്യം തീർത്തും സത്യമാണ്. എന്നാൽ അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് ഒരിക്കലും സത്യമല്ല. അതായത് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞാൽ അത് തീർത്തും ഒരു റോങ് ആയിട്ടുള്ള അസംഷനാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലോ അതല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലോ ജനിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കൂടുതൽ ക്യാപിറ്റലൊന്നും കയ്യിൽ ഉണ്ടായിരിക്കുകയില്ല. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അയാൾക്ക് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിന് അയാൾക്ക് വേണ്ടത് ഐഡിയാസാണ്. ഈ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നത് നോളജിൽ നിന്നും. നോളജ് ഈസ് പവർ എന്ന് പറയും. ആക്ച്വലി നോളജ് ഈസ് പൊട്ടൻഷ്യൽ പവർ. ഈ നോളജിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള ബേസിസിലിരിക്കും നമുക്ക് എത്രത്തോളം വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഗൂഗിൾ ആയാലും ആപ്പിൾ ആയാലും ആമസോൺ ആയാലും എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഒരു ഗരാജിൽ നിന്നാണ്. ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ ഇപ്പോഴുള്ള പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ പോലും അയാൾക്ക് ആ ക്യാപിറ്റൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കണ്ടീഷനാണെങ്കിൽ അവയെല്ലാം തന്നെ അയാൾ നശിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ അയാൾക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല നോളജും ആ നോളജിനെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുമാണ്. മിത്ത് നമ്പർ 8. മേക്കിംഗ് മോർ മണി മേക്സ് യു മോർ റിച്ചർ. ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള എത്രത്തോളം ബിസിനസ്സുകാരുണ്ടോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ അവരെല്ലാം തന്നെ ആ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത് അവർക്ക് എത്രത്തോളം പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള ബേസിസിലല്ല, പകരം അവർ ഏൺ ചെയ്തതിൽ എത്രത്തോളം കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള ബേസിസിലാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ആവശ്യത്തിന് ഇൻകം ഇല്ലാത്തതല്ല, പകരം അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സാണ് പ്രശ്നമായിട്ടുള്ളത്. ഒരാൾ അയാൾക്ക് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും സേവ് ചെയ്യാനും സാധിക്കില്ല. ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാൽ ഭൂരിഭാഗം ആളുകളും അവരുടെ ഫൈനാൻഷ്യൽ ഫെയിലിയേഴ്സിന് കംപ്ലയിൻറ്റ് ചെയ്യുക അവർക്ക് ആവശ്യത്തിന് ഏണിങ്സ് ഇല്ലാത്തതായിരിക്കും. സത്യാവസ്ഥ എന്താണെന്നാൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ കോമ്പൗണ്ടിങ്ങിന് മേലെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഒരു കൂലിപ്പണിക്കാരന് പോലും മില്യനയർ ആവാനായിട്ട് സാധിക്കും. ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പോലെ തോന്നും. കാരണം നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കൂലിപ്പണിക്കാരൻ പോലും ആ ഒരു സ്റ്റാറ്റസിൽ എത്തിയിട്ടില്ല. കാരണം അയാൾക്ക് ലഭിക്കുന്ന ഇൻകത്തെ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് അറിയില്ല. കാരണം അയാൾ അതിനു വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. മിത്ത് നമ്പർ 7. ഐ എം സോ യങ്, ഐ ഡോണ്ട് നീഡ് ടു തിങ്ക് അബൌട്ട് റിട്ടയർമെൻറ്റ്. ഒരാളുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുമോ? ഇല്ല. സാധാരണ ആരും തന്നെ ചെയ്യാത്തൊരു കാര്യമായിരിക്കും അത്. അതല്ല, ഇനി ഒരാൾക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്, അയാൾക്ക് ഒരുപാട് വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചിലവാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം മരുന്ന് വാങ്ങാനും മറ്റും ആ പണത്തിനെ യൂസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ? ദി ആൻസർ ഈസ് നോ. ഒരാൾ ചെറുപ്പമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും റിട്ടയർമെൻറ്റ് പ്ലാനിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല സ്റ്റെപ്സ് എടുക്കാനായിട്ടുള്ള ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സമയം എന്ന് പറയുന്നത് കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്. എത്രത്തോളം നേരത്തെ തുടങ്ങാനായിട്ട് സാധിക്കുമോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും അത്. റിട്ടയർമെൻറ്റ് പ്ലാനിന് വേണ്ടിയുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് SIP ആയിരിക്കും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, തീർച്ചയായിട്ടും കാണാം. മിത്ത് നമ്പർ 6. ഐ ഹാവ് ഇനഫ് മണി ഇൻ മൈ അക്കൗണ്ട് സോ ഐ ഡോണ്ട് നീഡ് എ ബഡ്ജറ്റ്. ആവശ്യത്തിന് പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒന്നും തന്നെ നമ്മൾ കണക്കിലെടുക്കാറില്ല. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നാൽ നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നതെന്ന് നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഒരു ഡിസിപ്ലിൻ്റെ കുറവായിരിക്കും ഉണ്ടാവുക. ആക്ച്വലി ബഡ്ജറ്റിംഗ് എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ആ ഒരു പാർട്ടിക്കുലർ മന്തിൽ നമ്മൾ എക്സ്പെൻസ് വഴി ചിലവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാൻ ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ എത്രത്തോളം തന്നെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും അവയെല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് ഡെപ്റ്റിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി പോലും വളരെ അധികമാണ്. ഒരു ബഡ്ജറ്റ് നമ്മളെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനാണ് പ്രേരിപ്പിക്കുക. മിത്ത് നമ്പർ 5. ക്രെഡിറ്റ് കാർഡ്സ് വിൽ ഗെറ്റ് മീ ത്രൂ എനി ഫൈനാൻഷ്യൽ ക്രൈസിസ്. എൻ്റെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഇനി എന്തിനാണ് എനിക്കൊരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണിത്.
ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം വരുന്നതോ ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾ റിലേ ചെയ്യേണ്ട ഒന്നല്ല ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് ക്രെഡിറ്റ് കാർഡിന് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്നാൽ ഇത് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിനെയാണ് കൂട്ടിക്കൊണ്ടുവരിക. നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിൽ ഒരുപാട് കുറവ് കാണാനായിട്ട് സാധിക്കും നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാത്ത സമയത്ത്. ഒരു ഫൈനാൻഷ്യൽ എമർജൻസിക്ക് വേണ്ടി ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാതിരിക്കുക. പകരം എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ 3 മാസം മുതൽ 6 മാസം വരെ ഒരു പ്രശ്നവും കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. Myth number 4. My partner is managing our finances, so I don't need to think about money at all. മിക്കവാറും ഫാമിലിയിലും ഏതെങ്കിലും ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ആ ഒരു ഫാമിലിക്ക് വേണ്ടി മാക്സിമം ഏൺ ചെയ്ത് നൽകുന്നുണ്ടാവുക. ഒരു ഫാമിലിക്കകത്ത് എത്രത്തോളം ഏണിംഗ് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കുന്നുണ്ടോ അത്രത്തോളം ആ ഒരു ഫാമിലിയുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ കൂടുതൽ സെറ്റിൽഡ് ആണ്. എന്നാൽ അതേസമയം ഭൂരിഭാഗം കുടുംബങ്ങളിലും ഹസ്ബൻഡിനും വൈഫിനും ഒരുപോലെ ജോലി ഉണ്ടായിരിക്കില്ല. മിക്കവാറും കേസിലും ഹസ്ബൻഡിന് മാത്രമായിരിക്കും ജോലി ഉണ്ടായിരിക്കുക. ചില കേസിൽ വൈഫിന് മാത്രം ജോലിയുള്ളതായിട്ടും കാണാം. എന്തെങ്കിലും ആവട്ടെ, ഇവിടുത്തെ പോയിന്റ് എന്താണെന്നാൽ ഒരാൾ ഫൈനാൻസ് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുകയും മറ്റാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും തന്നെ യാതൊരുവിധ ഐഡിയയും ഇല്ലാത്ത കണ്ടീഷനിൽ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റാൾ തീർച്ചയായിട്ടും കുടുങ്ങിപ്പോവും. ടേം ഇൻഷുറൻസ് എടുക്കുന്നത് വഴി ഈ ഒരു കണ്ടീഷനെ ഒരു ലിമിറ്റ് വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും അതൊരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എപ്പോഴാണ് ലഭിക്കുന്നതെന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കും. ആക്റ്റീവ്ലി ഒരു ഫാമിലിയിലെ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഫാമിലിയിലെ ഫൈനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. മിത്ത് നമ്പർ 3. ഇൻവെസ്റ്റിംഗ് ഈസ് ഓൺലി ഫോർ ദ റിച്ച് പീപ്പിൾ. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആവണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളത് ഒരു ലോങ് ടൈം വിഷനാണ്. ഒരു ചെറിയ എമൗണ്ട് പോലും വർഷത്തിൽ 15% റിട്ടേൺസോട് കൂടി കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 30 വർഷത്തിന് ശേഷമോ 40 വർഷത്തിന് ശേഷമോ കൺസിസ്റ്റൻ്റ്ലി ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയായിരിക്കും. ഒരു ചെറിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും സാധിക്കും, അതിൽ സക്സീഡ് ചെയ്യാനും സാധിക്കും. പ്രശ്നമുണ്ടാകുന്നത് ഷോർട്ട് ടൈമിൽ തന്നെ ഒരുപാട് റിട്ടേൺസ് മേക്കുന്ന സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്താണ്. അന്നേരമായിരിക്കും നമ്മൾ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കുക. എങ്കിലും റിസ്ക് ഒരിക്കലും ഏറ്റെടുക്കരുതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതും പാർട്ട് ഓഫ് ദ പ്രോസസ്സ് തന്നെയാണ്. ഇതിനു മുൻപ് ലഭിക്കാത്ത എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഇതിനു മുൻപ് ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടും വരും. മിത്ത് നമ്പർ 2. എ ബാങ്ക് ഈസ് എ സേഫസ്റ്റ് പ്ലേസ് ടു കീപ് മൈ മണി. നമുക്ക് നമ്മുടെ പൈസ പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് ആവശ്യമാണ്. എന്നാൽ അത് മാത്രമല്ല മൾട്ടിപ്പിൾ നീഡ്സിന് വേണ്ടി നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സും ആവശ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരുപാട് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല. ഇത് ഒരുപാട് സേഫ് ആണെന്ന് തോന്നിക്കുമെങ്കിലും ഇൻഫ്ലേഷൻ മൂലം ആക്ച്വലി നമ്മുടെ പൈസ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഓരോ ദിവസവും. നോട്ട് ഇൻ ടേംസ് ഓഫ് നമ്പർ ബട്ട് ഇൻ ടേംസ് ഓഫ് വാല്യൂ. അതുമാത്രമല്ല ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നഷ്ടമാവുകയാണ് ചെയ്യുക. ഒരിക്കലും ആരും തന്നെ പറഞ്ഞു കേൾക്കാത്ത ഒരു റൂള് പൈസയുടെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. കാരണം ഒരാൾക്ക് ഫൈനാൻഷ്യൽ ട്രബിൾസ് ഉണ്ടാകുന്ന സമയത്ത് അതൊരിക്കലും പുറത്ത് സംസാരിക്കരുതെന്ന്. ഇതേ കാരണം കൊണ്ട് തന്നെ ആർക്കും പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്നുമില്ല. മിത്ത് നമ്പർ 1. ഓൾ ഡെപ്റ്റ് ഈസ് ബാഡ്. ലൈഫിൽ നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തും അതിൻ്റേതായ പോസിറ്റീവ് സൈഡ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് പേഴ്സണൽ ഫൈനാൻസിൻ്റെ കാര്യം എടുത്താലും ലോൺ എടുക്കുന്ന സമയത്തും അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. കൂടുതൽ ആളുകളും ലോൺ എടുത്തുകൊണ്ട് അവരുടെ ഫൈനാൻഷ്യൽ ലൈഫ് നശിപ്പിക്കുകയാണ് ചെയ്യുക. ഇതൊരു ഫാക്റ്റാണ്. അതിനർത്ഥം എല്ലാ ലോണുകളും മോശമാണെന്നല്ല. ചില ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വളരെയധികം കൂടുതലായിരിക്കുന്ന സമയത്ത് ചിലതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വളരെയധികം കുറവാണ്. നമ്മളൊരു ലോൺ എടുത്തുകൊണ്ട് യാതൊരുവിധ പ്ലാനിങ്സും ഇല്ലാതെ ആ എമൗണ്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ പ്രശ്നത്തിലാവുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ നമ്മൾ ലോൺ എടുക്കുന്നത് നമ്മുടെ ഇന്നോവേറ്റീവ് ആയ എന്തെങ്കിലും ഒരു ഐഡിയയെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഈ സിറ്റുവേഷൻസിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ആക്ച്വലി ഇതിനു വേണ്ടിയായിരിക്കണം ഒരാൾ ലോൺ എടുക്കേണ്ടതും. എന്നാൽ അതേസമയം സർവൈവ് ചെയ്യുന്ന ഉദ്ദേശത്തിൽ നമ്മൾ ലോൺസിനെ കാണുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ഒരു ബിസിനസ് പ്ലാൻ ഫെയിൽ ആവുകയാണെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ടുള്ള സൈഡ് ഇൻകം ഉണ്ടായിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.